ഞാൻ ഡോക്ടർ പ്രസാദ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. എന്നും രാവിലെ ഞങ്ങളൊരു 500ഓളം പേര് ഒരുമിച്ച് വ്യായാമം ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൽ സൂം പ്ലാറ്റ്ഫോമിൽ അത് എല്ലാ ആൾക്കാരും അവരവരുടെ വീട്ടിൽ അതിൻ്റെ ഒപ്പം ചെയ്യും. ഇത് ഞങ്ങൾ കുറച്ചധികം കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊറോണയ്ക്ക് ശേഷമാണ് അതങ്ങനെ തുടങ്ങിയത്. പക്ഷെ അതിൽ പല ആൾക്കാർക്കും കിട്ടുന്ന റിസൾട്ട്, പ്രത്യേകിച്ച് എൻ്റെ ബേസിക്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ച് അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുമ്പോൾ ചില ആൾക്കാർക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പ്രഷറിൻ്റെയോ ഷുഗറിൻ്റെയോ കൊളസ്ട്രോളിൻ്റെയോ മരുന്നുകൾ നിർത്തുന്നതോ വെയിറ്റ് കുറക്കുന്നതോ അല്ല. രോഗി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഒരു വല്ലാതൊരു ടെൻഷനുള്ളൊരു ലോകത്ത് ഒരു സ്വസ്ഥതയില്ലാതെ ആ രോഗി എന്നുള്ള ബാൻഡോടുകൂടി ജീവിക്കേണ്ടാകുമ്പോൾ അസ്വസ്ഥതയോട് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയേയില്ല. രോഗം കൊണ്ട് വരാൻ പോകുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചോ ഒരു ചിന്തയില്ലാതെ വീണ്ടും ജീവിതം സാധാരണക്കാരനെ പോലെ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം കാണുമ്പോൾ നമ്മൾക്കും അതൊരു സന്തോഷമാണ്. നിങ്ങൾക്കത് ഞാനിപ്പോൾ പറയുമ്പോൾ പലരും വിചാരിക്കും ഇതെല്ലാവരും പറയുന്നതല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ കൃത്യമായിട്ട് ഒരു 2-3 മാസം ഞങ്ങളുടെ കൂടെ കൃത്യമായിട്ട് ഞങ്ങളുടെ ഒപ്പം സഞ്ചരിച്ച, ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ അനുഭവം നിങ്ങൾ വെറുതെ ഒന്ന് കേൾക്കുക. എൻ്റെ പേര് അനിത. ഞാൻ കോഴിക്കോട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് 18 വർഷമായിട്ട് ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. ഒരു ദിവസം 3 ടാബ്ലറ്റും 35 ഡോസ് ഇൻസുലിൻ അടിച്ചിരുന്നു. പിന്നെ എനിക്ക് നല്ല ബോഡി പെയിൻ ആയിരുന്നു. വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് ബോഡി പെയിൻ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വേദനിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രസാദ് സാറിൻ്റെ കൂടെ കൂടുന്നതും. പിന്നെ സാറിൻ്റെ കൂടെ കൂടിയതിന് ശേഷം എൻ്റെ ഇൻസുലിൻ നിർത്തി. BP ഉണ്ടായിരുന്നു, BPയുടെ ഗുളിക നിർത്തി. പിന്നെ കൊളസ്ട്രോൾ നോർമലാണ്, തൈറോയ്ഡ് നന്നായി കുറഞ്ഞു. പിന്നെ ഷുഗർ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഗുളിക നിർത്തിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ 5 സർജറി കഴിഞ്ഞ ഒരാളായിരുന്നു. എനിക്ക് യൂട്രസിന് 2 ഓവറിയിലും 2 സിസ്റ്റ് ഉണ്ടായിരുന്നു. DNC കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സാറിൻ്റെ കൂടെ ഈ കൂട്ടായ്മയിൽ കൂടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ അടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തിട്ട് വരണമെന്ന്. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അടുത്ത് പോയി. ഡോക്ടറിൽ തന്നെ അതിശയായി. എൻ്റെ 2 ഓവറിയിലെ സിസ്റ്റം പോയിരുന്നു. പിന്നെ സാറിൻ്റെ 10 മെത്തേഡും സുംബയും എല്ലാ എക്സസൈസും എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്, ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ വീട്ടിലെ ലൈഫ് സ്റ്റൈലേ മാറി. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല വ്യത്യാസമാണ്. ഞാൻ 5 കിലോ കുറഞ്ഞു. പിന്നെ ഇപ്പോൾ മോനും ഭർത്താവും എല്ലാം എക്സസൈസ് ചെയ്യുന്നുണ്ട്. മരുമകൾക്ക് PCOD ഉണ്ടായിരുന്നു, അത് സാറിൻ്റെ കൂടെ കൂടി അതും നോർമലായി ഒക്കെ മാറിയെന്ന് ഡോക്ടറിനെ പറഞ്ഞു. എന്താണ് ആ ചേച്ചിയുടെ ശരീരഭാഷയിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അതൊരു രോഗി എന്നൊരു ബാനറിൽ ഒരു നിരാശയാണ് പലർക്കും ഇതിലുണ്ടാവുക. പക്ഷേ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യുക. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ അധ്വാനവും വ്യായാമമില്ലാത്ത ജീവിതത്തിലേക്ക് പോയതോടുകൂടി നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം കൊഴുപ്പടിയാൻ തുടങ്ങും. നമുക്ക് വണ്ണം കൂടും, ബോഡി വെയിറ്റ് കൂടും, അതനുസരിച്ച് രക്തക്കൊള്ളിൻ്റെ ഭിത്തിയിൽ കൊഴുപ്പടിയും. നമ്മൾ പ്ലാക്സ് അല്ലെങ്കിൽ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. സോ ഈ ബ്ലോക്കുകൾ നിറയുന്നതനുസരിച്ച് രക്തോട്ടം കുറയുമ്പോൾ എല്ലാ അവയവങ്ങൾക്കും ഒരു അകാല വാർദ്ധക്യം വരും. ഞാൻ പറയുക, പാൻക്രിയാസിൻ്റെ അകാല വാർദ്ധക്യമാണ് പ്രമേഹം, ബ്രെയിനിൻ്റെ അകാല വാർദ്ധക്യമാണ് അൽഷീമർ, തൈറോയിഡിൻ്റെ പിറ്റ്യൂട്ടറിയുടെ അകാല വാർദ്ധക്യമാണ് തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം നമ്മൾ പറയുന്നത്, ലിവറിൻ്റെ അകാല വാർദ്ധക്യം, കൊഴുപ്പടിയുന്ന കൂടുതലായിട്ട് ഫാറ്റി ലിവർ, പിന്നീട് സിറോസിലേക്കൊക്കെ പോകുന്നത്. ഇതുപോലെ തന്നെ കിഡ്നികൾക്കും യൂട്രസിനും ഓവറിക്കും ടെസ്റ്റിസിനൊക്കെ അകാല വാർദ്ധക്യം വരുമ്പോൾ അതിൻ്റെ അതേ കംപ്ലയിൻസ്, ഇൻഫെർട്ടിലിറ്റി, സ്റ്റെറിലിറ്റി, ഫ്രിജിഡിറ്റി, ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. സോ ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ക്ലീനിങ് ഓഫ് ഫാറ്റ്. അനാവശ്യമായിട്ട് അടിഞ്ഞെടുക്കുന്ന ദുർമേധസ് ക്ലീൻ ചെയ്യണം, ബോഡി വെയിറ്റ് കുറക്കണം. ഇതിന് പലരും പട്ടിണി കിടന്ന് ബോഡി വെയിറ്റ് കുറക്കും. അതല്ല വേണ്ടത്. വളരെ പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെ മസിൽസ് ഇൻവോൾവ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് രക്തോട്ടം കൂട്ടി, ഒപ്പം ഡയറ്റ് പ്ലാനിങ്, നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ചിട്ട്
അതിൻ്റെ ഒപ്പം പ്ലാൻഡ് എക്സസൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള റിസൾട്ടുകൾ കിട്ടുക. നിങ്ങൾക്ക് ആർക്കും ഇത് മരുന്ന് കൊണ്ടല്ല ചികിത്സ എന്ന് ചിന്തിക്കുക. ഈ മരുന്നുകളെല്ലാം തനിയെ കുറഞ്ഞു വരും. ശരീരത്തിൽ രക്തോട്ടം കൂടുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഓരോ മരുന്നുകളും അതാത് ഓർഗൻസിൽ നന്നായിട്ട് ഒഴുകിയെത്തുമ്പോൾ ആ മരുന്നുകളുടെ ആക്ഷൻ ഇരട്ടിക്കുന്ന് ചിന്തിക്കുക. സോ മരുന്നുകളുടെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ചില ആളുകൾക്ക് രക്തക്കുഴൽ ക്ലീൻ ആകുന്നതോടെ BP നോർമലാകും. നമുക്ക് മരുന്ന് നിർത്താൻ പറ്റും. ലിവർ ഫങ്ഷൻ പെർഫെക്റ്റായി മാറിക്കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് മരുന്ന് നിർത്താൻ പറ്റും. അതുപോലെ പാൻക്രിയാസ് ലേസി ആയിട്ട് മടി പിടിച്ചകത്ത് കിടക്കുന്നു. അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. പാൻക്രിയാസ് വീണ്ടും സ്മാർട്ടായി കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ മരുന്ന് നിർത്താൻ പറ്റും. എല്ലാവർക്കും ഇത് സാധിച്ചോളണമെന്നില്ല. പാൻക്രിയാസിൻ്റെ ഡാമേജ് എത്രത്തോളം ഉണ്ട് ഇത് വിലയിരുത്തി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അതൊന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കൽ മാത്രമാണ് എൻ്റെ ജോലി. ബാക്കി എൻ്റെ കൂട്ടത്തിൽ എല്ലാ രോഗികളും തന്നെയാണ് അവരുടെ ഡോക്ടേഴ്സ്. ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഡോക്ടേഴ്സും ഇല്ല, രോഗികളും ഇല്ല. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് പോലെ നല്ലൊരു കൂട്ടായ്മ. എന്നും രാവിലെ എഴുന്നേറ്റ് ഒരുമിച്ച് വ്യായാമം എല്ലാവരും കൂടെ ചിരിയും കളിയും തമാശയും പാട്ടൊക്കെ കേട്ട് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അവരും ഞാനും എന്ത് റിലാക്സ്ഡാണ് ഞങ്ങളുടെ ലൈഫ്.